തിരൂരിൽ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. തിരൂർ കൂട്ടായി സ്വദേശി തുഫൈലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യമെന്നാണ് സൂചന. 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഷ്കർ അലി നൽകും വിശദാംശങ്ങൾ. അഷ്കർ, എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? റോഷ്നി ഇന്ന് വൈകുന്നേരം 6 മണിയോടെയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. യുവാക്കൾ തമ്മിലുണ്ടായ വാക്ക് തർക്കം അവസാനം കത്തിക്കുത്തിൽ കലാശിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പോലീസ് പറയുന്നത്. തിരൂർ വാടിക്കലിൽ വെച്ചാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത്. കാട്ടിലപ്പള്ളി സ്വദേശിയായിട്ടുള്ള തുഫയിലാണ് കൊല്ലപ്പെട്ടത്. കൊലപാതകത്തിന് കാരണം വ്യക്തി വൈരാഗ്യവും ഇവർ തമ്മിലുണ്ടായിരുന്ന മുൻപത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഒരു വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടും ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതായും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ കൃത്യമായി എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യം എന്നത് കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. പ്രാഥമിക അന്വേഷണം പൂർത്തിയാൽ മാത്രമേ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്നാണ് നിലപാടിലാണ് ഇപ്പോൾ പോലീസിലുള്ളത്. എന്തായാലും സംഭവത്തിൽ 4 പേരാണ് കേസിൽ പ്രതികളായിട്ടുള്ളത് എന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത്. ഒരു ഫാസിൽ, അൽ അമീൻ, സഫ്വാൻ ഉൾപ്പെടെയുള്ള 4 പേരെയാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ 2 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്നാണ് സൂചന. ഈ 2 പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. അതിനോടൊപ്പം തന്നെ കൊല്ലപ്പെട്ട തുഫൈലിന്റെ സഹോദരിയിൽ നിന്നും പോലീസ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കത്തിക്കുത്തിന് പിന്നാലെ ഉടനെ തന്നെ തുഫൈലിനെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തുഫൈലിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഗുരുതരമായി പരിക്കേറ്റ തുഫൈലിന്റെ ജീവൻ നഷ്ടമാവുകയായിരുന്നു. തുഫൈലിന്റെ മൃതദേഹം ഇപ്പോൾ തിരൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചു വരികയാണ്. സംഭവത്തിൽ തിരൂർ ഡിവൈഎസ്പിയുടെയും തിരൂർ സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത്. റോഷ്നി. ശരി, അഷ്കർ അലിയാണ് വിശദാംശങ്ങൾ നൽകിയത്.